മേക്ക് മൈ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെല്ലാവരും വീട്ടിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാനിതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. സെഷ്വാൻ ഫ്രൈഡ് റൈസ് നല്ല സ്പൈസിയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ സോസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നമുക്കിതിൻ്റെ സോസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 ടീസ്പൂണ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം, അധികം എരിവില്ലാത്തത്. അതിനുശേഷം 1 ടീസ്പൂണ് ചതച്ച മുളക് ചില്ലി ഫ്ലേക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഇതും കൂടെ നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് പേസ്റ്റ് രീതിയിലാക്കണം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മുളക് പൊടിയും ചില്ലി ഫ്ലേക്സും നമ്മൾ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടുമ്പോൾ എന്ന് പറഞ്ഞത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പേസ്റ്റ് പോലെ ആക്കിയെടുക്കുന്നത്. ഇപ്പോൾ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് റെഡിയാക്കാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 2 ടീസ്പൂണോളം ഓയിൽ നമുക്ക് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് 2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നമുക്ക് ചതച്ച് ചേർത്ത് കഴിഞ്ഞാലും മതി. അത് പയ്യെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചില്ലി പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചില്ലി പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ചേർത്ത വഴി തന്നെ നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസിന് ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വെളിച്ചെണ്ണ നമ്മൾ എടുക്കരുത്. ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ മാത്രം യൂസ് ചെയ്യുക. ഇപ്പം പൊടിയൊക്കെ പയ്യെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആ മുളക് പൊടിയൊക്കെ ഒന്ന് പയ്യെ അത് വെന്ത് ഇതാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പം ഏകദേശം അത്യാവശ്യം ഇത് പറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ വിനീഗറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ആപ്പിൾ സിഡർ വിനീഗറാണ്. വൈറ്റ് വിനീഗർ ആണെങ്കിലും യൂസ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്കൊരു 1/2 ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളത് നല്ല ഡാർക്ക് സോയാ സോസാണ്. ഇനി ലൈറ്റ് സോയാ സോസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 3 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള കെച്ചപ്പിന് അത്യാവശ്യം നല്ല സ്വീറ്റ്നെസ് ഉള്ള കെച്ചപ്പാണ്. അത് കാരണം ഞാൻ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് സ്വീറ്റ് കെച്ചപ്പ് അല്ല എന്നുണ്ടെങ്കിൽ ഷുഗർ കൂടി കുറച്ച് ആഡ് ചെയ്യുക. എന്നാലാണ് ആ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ കോമ്പൻസേറ്റ് ചെയ്യുള്ളൂ. ആ മധുരവും പുളിയും എല്ലാം ഒന്ന് കോമ്പൻസേറ്റ് ആവുള്ളൂ. ഇപ്പം ഇത് നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി അത്യാവശ്യം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആവുകയാണ് നല്ലത്. വെള്ളമൊക്കെ കുറച്ചുകൂടി ഒന്ന് പറ്റി ഒരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റായിട്ട് വേണം. ഇപ്പം ഇത് ഏകദേശം അത് വെള്ളമെല്ലാം പറ്റി നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സോസ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് ടേസ്റ്റാട്ടോ. സോസ് നമുക്കൊരു 2 വീക്സ് വരെയൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. റൈസ് റെഡിയാക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം നമുക്ക് എടുക്കണം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് നല്ലെണ്ണയും 1 ടീസ്പൂണ് കുക്കിംഗ് ഓയിലും ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരല്പം വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഒണിയനും ഞാൻ ജസ്റ്റ് ചെറുതാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അത് പയ്യെ ഒന്ന് വാടി വരുന്ന ടൈമിൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് പച്ചക്കറികൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് ബീൻസും കുറച്ച് ക്യാപ്സിക്കുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഏതൊക്കെയാണോ അവൈലബിൾ അത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ വേണമെങ്കിൽ കോളിഫ്ലവർ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഉപയോഗിക്കാം. അങ്ങനെ ഏതാണോ അവൈലബിൾ അതിനനുസരിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും.
ക്യാപ്സിക്കത്തിന് അധികം വേവില്ലാത്ത കാരണം അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത്. ബീൻസും ക്യാരറ്റും പയ്യെ ഒന്ന് വാടി വരുന്ന ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പച്ചക്കറി വഴറ്റുന്ന സമയത്ത് തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഞാനിപ്പോൾ ക്യാപ്സിക്കം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൈഡ് റൈസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വെജിറ്റബിൾസ് ഒരുപാട് അങ്ങ് കുക്കാകുന്നതിനേക്കാളും നല്ലത് അത് പയ്യെ അതൊന്ന് നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ അങ്ങനെ റൈസിൽ കിടക്കുവാണ് ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഷെസ്വാൻ സോസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ എല്ലാ സോസുകളും ഉപയോഗിച്ചേക്കുന്നതാണ്. അതായത് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ സോയാ സോസും ഒക്കെ യൂസ് ചെയ്തേക്കുന്നതാണ്. കാരണം വേറെ സോസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ റെഡിയാക്കിയ ഷെസ്വാൻ സോസ് തന്നെ യൂസ് ചെയ്താൽ മതി. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഞാനിപ്പോൾ അരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഞാനൊരു രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ml 2 കപ്പ് അരി ഞാൻ അല്പം ഓയിലും അല്പം നാരങ്ങ നീരും പിന്നെ അതുപോലെ തന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാനിത് വേവിച്ച് വെച്ചിരുന്നതാണ്. ഫ്രൈഡ് റൈസിനൊക്കെ നമ്മൾ അരി കുറച്ച് നേരത്തെ വേവിച്ച് വെക്കുക. ചൂടാറി കഴിഞ്ഞിട്ട് ചേർക്കുവാണ് നല്ലത്. പൊടിഞ്ഞു പോവാണ്ടൊക്കെ ഇരിക്കാനും കുഴഞ്ഞു പോവുകയില്ല, പൊടിയോ ഇല്ല. പിന്നെ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഇത് പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അരി എല്ലാം നുറുങ്ങിപ്പോവും. അതുകൊണ്ട് പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മളുടെ സാധാരണ ഫ്രൈഡ് റൈസ് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിരിക്കുന്ന റെസിപ്പികൾ നിങ്ങൾക്ക് എനിക്ക് ഫോട്ടോ അയച്ചു തരിക. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ FB പേജിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്